ഈ രാവിലെ കേൾക്കുന്നതും അറിയുന്നതും ഫീല് ചെയ്യുന്നതും എല്ലാം നമ്മുടെ ആത്മീയവും ശാരീരികവും മാനസികവുമായ പവർ നേടാൻ വേണ്ടിയിട്ടാണ്, ശക്തി നേടാൻ വേണ്ടിയിട്ടാണ്. ആ ശക്തി നേടുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വതമായ മനസമാധാനം, ശാശ്വതമായ ഇന്നർ പീസ്. ഭൂമിയിൽ സമാധാനത്തോടും സന്തോഷത്തോടു കൂടിയും ജീവിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുക. നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുക. മനുഷ്യന്റെ ആത്മാവിനെ ഒരു പ്രകാശത്തും കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പ്രകാശം അത്ര വളരെ ലൈറ്റ്, വളരെ സൂക്ഷ്മമായ പ്രകാശം. ആ അതിനെ ഒന്ന് തൊട്ടറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ഒന്ന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട അറിവും നിങ്ങൾക്ക് വേണ്ട സൂചനകളും നിങ്ങൾക്ക് വേണ്ട ബോധോദയവും എല്ലാം എല്ലാം ഓട്ടോമാറ്റിക്കായി റൈസ് ആകാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കായി റൈസ് ആകാൻ തുടങ്ങും. അപ്പൊ അത് ഇപ്പൊ കണ്ടോ, നിങ്ങൾ ആ അജിത് സാറിന്റെ ടോക്കിലൊക്കെ വരെ ഒരു ഒരു ആത്മജ്ഞാനം നിറഞ്ഞിട്ടുണ്ട്. വണ്ടർഫുൾ. നമ്മള് ഓരോരുത്തരും അങ്ങനെ ആ ഒരു വളരെ സൂക്ഷ്മമായ ഒരു നിരീക്ഷണത്തോടു കൂടി വളരെ കൃത്യമായി നമ്മൾ അതിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ആകാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ആകാൻ കഴിയും. എന്തെങ്കിലും തടസ്സം നേരിടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ചെറുതായിട്ടൊന്ന് എക്സസൈസ് ചെയ്യുക. ചെറുതായിട്ട്, വലുതായിട്ടല്ല. കൈയും കാലൊക്കെ ഒന്ന് അനക്കിയിട്ട് വന്നിരിക്കുക. വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ ശരീരത്തിൽ ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, വെള്ളം കുത്തിച്ചാടും വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇരുമ്പുകൾ തമ്മിൽ കൂട്ടി ഉരസിയാൽ അല്ലെങ്കിൽ കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസിയാൽ തീപ്പൊരി ചിതറാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ ചടുലമായി നിലനിർത്തുന്നത് രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർട്ടിൽ നിന്നും ഉണ്ടാകുന്ന ഒരു 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 ഇലക്ട്രിക് ഫോഴ്സ് ആണ്. 1 മുതൽ 1.5 വോൾട്ട് വരെ വരുന്ന ഒരു ഫോഴ്സ് ആണ്. സോ അത് അത്യാവശ്യം ഒന്ന് ഉണർന്നിരുന്നാൽ മാത്രമാണ് നമുക്കൊരു ചടുലത ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാമപ്പ് ആയിട്ട്, ഒരുപാട് എക്സസൈസ് അല്ല, ജസ്റ്റ് ഒന്ന് വാമപ്പ് ആയിട്ടിരിക്കും. ഹാർട്ട് ബീറ്റ് ഒന്ന് വർദ്ധിക്കും. ഒരുപാട് ചാടാനും ഇതൊന്നും ബുദ്ധിമുട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്നു കൊണ്ട് ഒന്ന് ശരീരമൊക്കെ ഒന്ന് അനക്കിയാൽ മതി. നമുക്കൊരു ഓപ്പണിങ് കിട്ടും. അത് കൂടാതെ മാനസികപരമായി നമ്മുടെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ടിരിക്കുക. മാനസികപരമായി നമ്മുടെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും അടച്ചു വെക്കരുത്. പലപ്പോഴും അങ്ങനെയാണ്. ഈ വാതിലുകൾ തുറന്നാൽ മാത്രമാണ് ഡിവൈനിറ്റി അകത്തേട്ട് വരുള്ളൂ. നമ്മളെല്ലാം സ്വീകരിക്കുന്നത് മുകളിൽ നിന്നാണ്. പക്ഷെ മുകളിലോട്ട് നോക്കിയിരുന്നേക്കരുതേ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പരീക്ഷണത്തിന് വേണ്ടി പോലും ആ പ്രോസസ് ചെയ്യുമ്പോൾ നിങ്ങൾ മുകളിലോട്ട് നോക്കരുത് കേട്ടോ. അതിൽ സംഭവിക്കുന്ന ഒന്നിനും ഞാൻ ഉത്തരവാദിയായിരിക്കും. നേരെ തന്നെ സാധാ ഇങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, പിന്നെ പഠിപ്പിച്ചു തരാനാ കുറച്ചു കാലം കഴിഞ്ഞു. നീ ചിലപ്പോ നോർമൽ സ്റ്റേജ് വിട്ടുപോകും. അങ്ങനെയൊന്നും ഒരിക്കലും ഇത് ചെയ്യരുത്. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അനുസരിച്ച് അതുപോലെ തന്നെ ചെയ്യും. വളരെ കൂളായിട്ടിരിക്കുക. നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിച്ചം കടന്നു വരുന്നതിന് വേണ്ടി ഹൃദയം കാലിയാക്കി വയ്ക്കും. ഹൃദയം പൂർണ്ണമായിട്ടും കാലിയാക്കി വയ്ക്കും. അപ്പൊ നമ്മൾ അവിടെ വിടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിന്തകളല്ല വിടേണ്ടത്. ഹൈദരാബാദ് സാറ് വളരെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ചിന്തകളല്ല വിടേണ്ടത്. ചിന്തകൾ വരും. അത് മനുഷ്യന് സ്വാഭാവികമാണ്. അത് നോർമലി വരും. നമ്മൾ ഇങ്ങനെ വന്നു പോവും. അതിനകത്ത് അതൊരു വിഷയമേ അല്ല. അതൊരു വിഷയമേ അല്ല.
നമ്മൾ വിട്ടുകളയേണ്ടത് നമ്മുടെ അഹങ്കാരങ്ങളെ, ഞാനെന്ന ഭാവത്തെ, മറ്റുള്ളവരോടുള്ള ദേഷ്യത്തെ, മറ്റുള്ളവരുടെ പകയെ, ഇത്രയും നാളും കൊണ്ട് ഉണ്ടാക്കി എന്ന് തോന്നുന്ന എന്തിനെയൊക്കെയോ നമ്മൾ കെട്ടിപ്പിടിച്ച് മുറുകെ പിടിച്ചിരിക്കുന്നതിന്, അതാണ് നമ്മുടെ കേജ്. അതാണ് നമ്മുടെ സോളിന് ചുറ്റും നമ്മൾ പണിതിട്ടുള്ള, സാറ് പറഞ്ഞ പണിതിട്ടുള്ള, നിങ്ങളൊരു ഒരു കൂട്ടിനകത്താന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടിനകത്ത് എവിടെയാണ്? ഈ കൂട് നമ്മൾ സ്വയം സൃഷ്ടിച്ച ഒരു കൂട്ടിനകത്ത് കയറിയിരിക്കുക. ആ കൂടാണ് പൊളിച്ചു കളയേണ്ടത്. ആ കൂട്, അതാണ് സറണ്ടർ എന്ന് പറയുന്നത്. കൂടാണ് പൊളിച്ചു കളയേണ്ടത്. മസിൽ പിടിക്കരുത്, മസിൽ പിടിക്കരുത്, വിട്ടുകളഞ്ഞേക്ക്. അങ്ങനെ വിട്ടുകളഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പണിത് വച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ലോകം പണിത് വച്ചിട്ടുള്ള ആ ജയിലിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആ ജയിലിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാം. സ്വാതന്ത്ര്യം കിട്ടും നിങ്ങൾക്ക്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായ സ്വാതന്ത്ര്യം. എവിടെയും പോവാം, എവിടെയും സഞ്ചരിക്കാം, എന്തും കാണാം, എല്ലാം കേൾക്കാം, എല്ലാം ആസ്വദിക്കാം. വാവ്! ലൈഫ്, അങ്ങനത്തെ ലൈഫ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കാണുന്നതെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ലൈഫ്. കാണുന്നതെല്ലാം, നല്ലതും ചീത്തയും എന്ത് നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങൾ അതിനെ എൻജോയ് ചെയ്യും. അതിനാണ് മനുഷ്യൻ ഭൂമിയിൽ വന്നത്. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്, ഫീൽ ചെയ്യാൻ. അതിന് ഫീൽ ചെയ്യേണ്ട രീതിയിലല്ല നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇത് നമ്മൾ കേൾക്കുന്ന ഒരു ക്ലാസ് മാത്രമല്ല. ഇതൊരു ക്ലാസ് അല്ല. ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജിയാണ് നമ്മൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി. അത് ഇന്നത്തെ ആധുനികമായ രീതിയിൽ, പുതിയ രീതിയിൽ, ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി സൂമിലൂടെ നിങ്ങളുടെ റൂമിലെത്തുവാണ്. ഇത് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ കാതങ്ങൾ സഞ്ചരിച്ചത്, മലകൾ കയറിയത്, ഗുഹകൾ തിരഞ്ഞെടുത്തത്, പലതും നേടിയത്. ആ സാധനം അത്ര മൂല്യമുള്ള, അത്രയും മൂല്യമുള്ള ഒരു സാധനം ഇന്നത്തെ ആധുനിക ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമ്മൾ നിങ്ങളുടെ ലിവിംഗ് റൂമിലോ നിങ്ങളുടെ ബെഡ്റൂമിലോ എടുത്ത് കൊണ്ടുവന്ന് തരിക. അപ്പൊ അതിന്റെ വാല്യൂ, വാല്യൂ നിങ്ങൾ ഭയങ്കരമായിട്ട് അതിനെ കീപ്പ് ചെയ്യണം. വാല്യൂ ഭയങ്കര വാല്യൂ ആണ്. എന്ത് പ്രതിസന്ധിയിലും, ഏത് പ്രശ്നം ഉണ്ടായാലും, എന്നെ ഉണ്ടായാലും നിങ്ങളിവിടെ, എനിക്കറിയാം ഇപ്പൊ തന്നെ ഒരുപാട് ഇന്ന് കയറാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. എന്നിട്ട് പോലും നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നാണ് അതിന്. നിങ്ങൾ അത് അത് ഇനിയും കൊടുക്കണം, ഇനിയും വാല്യൂ കൊടുക്കണം. ഭയങ്കര ഒരു പ്രഷ്യസ് ആയ ഒരു സംഭവമാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള വാല്യൂ നമ്മൾ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ ചുറ്റും ഇപ്പോഴും ആ ഫേക്ക് ആയിട്ടുള്ള ലോകം, കണക്ട് ചെയ്യാൻ പറ്റാത്ത പലരും, പലതും, പല ചിന്തകളും, പല ഇതും ഒക്കെ ഇങ്ങനെ 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 നിന്ന് നിങ്ങളെ മുമ്പ് ആരൊക്കെയാണോ പറ്റിച്ചുകൊണ്ടിരുന്നത്, ആരൊക്കെയാണോ നിങ്ങളെ ആ ഫേക്ക് ആയിട്ടുള്ള ലോകത്ത് കറക്കിക്കൊണ്ടിരുന്നത്, അത് ഇപ്പോഴും നിങ്ങളെ പുറകേണ്ട. അതിൽ നിന്ന് വിട്ട് നിങ്ങൾ എല്ലാം വിടണം, എല്ലാം വിട്ട് വൻ. അപ്പൊ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുമോ? ഇല്ല, ഒരു ദിവസം കൊണ്ട് ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ മിനിമം നിങ്ങളൊരു 41 ദിവസം എങ്കിലും തുടർച്ചയായി, ഒരു ദിവസം പോലും മിസ്സാവാതെ ഇരിക്കണം എന്ന് പറയും. മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും ഇരിക്കുക. ഇതിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ കുറച്ച് നാളത്തേക്ക്. അപ്പൊ നിങ്ങൾ മിസ്സായാൽ ഒരു ദിവസം പോയി, എന്തെങ്കിലും സാഹചര്യം, പനി വന്നു, അല്ലെങ്കിൽ അസുഖം വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. സാഹചര്യങ്ങൾ ഉണ്ടാവും മനുഷ്യന്, പക്ഷെ കണ്ടിന്യൂ ചെയ്യുക. എത്രത്തോളം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പവർ ആകുന്നു, അത്രത്തോളം പവറാണ്. ലാസ്റ്റ് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആവശ്യമുള്ളത് വരുന്ന ഒരു സാഹചര്യം. അത്ര പവർ വരും. അതാണ് മനുഷ്യന്റെ യഥാർത്ഥ പവർ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ മൈൻഡ് പവർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ കാത്തിരിക്കണം. കുറച്ച് കാത്തിരിക്കും. ക്ഷമയോടുകൂടി കാത്തിരിക്കും. കാരണം നമുക്ക് ചുറ്റും പണിത ലോകം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതാണ്. പല കാരണങ്ങൾക്ക് വേണ്ടി, പൊളിറ്റിക്സിന് വേണ്ടി, മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി, പല ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മളെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി. അവരിപ്പോഴും നമ്മളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അവരുടെ തലമുറ, അല്ലെങ്കിൽ ആ ഒരു 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 പൊളിറ്റിക്സ്, അല്ലെങ്കിൽ മനുഷ്യനെ വിഭജിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന ആരൊക്കെയാണോ അവരെല്ലാം നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ
സ്ട്രെസ്സിനെ, നമ്മുടെ സ്ട്രെയിനിനെ, നമ്മുടെ ടെൻഷനെ, നമ്മുടെ ഡിപ്രഷനെ, നമ്മുടെ ആങ്സൈറ്റിയെ, നമ്മുടെ മനസ്സിന്റെ എല്ലാ ചപല സ്വഭാവങ്ങളെയും അതിന് പല പേരിട്ട് വിളിക്കാം. അതിനാണ് പൈശാചികപരമായ ചിന്തകൾ, പിശാചിന്റെ ആക്രമണം, കൂടോത്രം, മന്ത്രവാദം, എന്ത് പേരിട്ട് വേണമെങ്കിലും. അതിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങളെ തമ്മിൽ അകറ്റിക്കൊണ്ട് ഒരേ 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 ജനുസിൽ വന്ന ഒരേ സോള്, വ്യത്യസ്തമായ സോളാണെങ്കിലും ഒരേ ഒരേ പ്രഭാവലയത്തിൽ നിന്നും ഒന്നിൽ നിന്നും രൂപം കൊണ്ട, ഒന്നിൽ നിന്നും വന്ന എല്ലാത്തിനെയും അകറ്റി 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 ഡിവൈഡ് ആൻഡ് റൂൾ ആക്ച്വലി തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല, കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങി. അപ്പൊ അതിനെ ചെറുത്തു നിന്നവരാണ് പുരാതനമായ ആളുകൾ, പണ്ടുണ്ടായിരുന്ന ആളുകൾ. പക്ഷെ കാലം കഴിയുന്തോറും അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ മനുഷ്യൻ ഏത് സമയവും ടെൻഷനിലേറ്റും ആങ്സൈറ്റിയിലേറ്റും ഡിപ്രഷനിലേറ്റും ഒക്കെ മാറാൻ തുടങ്ങി. എല്ലാം വേഗം കിട്ടണം, ഇപ്പൊ കിട്ടണം എന്റെ കയ്യിൽ എന്നുള്ള ഒരു മെസ്സേജ് മനുഷ്യന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും ഇതേ റൂളിന്റെ ഭാഗമാണ്, അതും ഇതേ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. ഇപ്പൊ തന്നെ കിട്ടണം, ഇപ്പൊ തന്നെ. ആധുനിക ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് കാത്തിരിക്കുക എന്നത് ഒരു ബലഹീനതയാണെന്ന്. പക്ഷെ സത്യത്തിൽ ആർക്കും കാത്തിരിക്കാതെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്, അവിടെയാണ് ഫേക്ക് വേൾഡ് സൃഷ്ടിക്കുന്നത്, അവിടെയാണ് ഒരു ഫേക്ക് വേൾഡ് ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു തരുവാണ്, കാത്തിരുന്നിക്കണ്ട, പെട്ടെന്ന് കിട്ടണം. കാത്തിരിക്കാൻ അത് ബലഹീനതയാണ്, ദുർബലനാണ് കാത്തിരിക്കുന്നവൻ. നമ്മൾ തിരക്ക് കൂട്ടാൻ പഠിപ്പിക്കുകയാണ്, തിരക്ക് കൂട്ടാൻ. അതിന് റിസൾട്ട് ഇല്ലല്ലോ, ഇതിന് റിസൾട്ട് ഇല്ലല്ലോ. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകുന്നുണ്ടാവും, യഥാർത്ഥത്തിൽ പവിത്രമായതെല്ലാം നിങ്ങൾ എന്ത് നേടണമെന്ന് ആവശ്യപ്പെട്ടാലും ആഗ്രഹിച്ചാലും അത് പാകമാകുന്നത്, അത് വേവുന്നത്, അത് വേവുന്നത് നിശബ്ദത എന്ന് പറയുന്ന ചൂളയിലാണ്. അത് വേവുന്നത്, അത് പാകമാവുന്നത് സൈലൻസ്. ക്ഷമിക്കുക, സൈലൻസ്. ക്ഷമിക്കുക, സൈലന്റ് ആകുക. ഇതിലാണിത്, ആ കാത്തിരിപ്പിൽ ഇത് വികസിക്കും. ആ കാത്തിരിപ്പ് അല്ലെങ്കിൽ നിശബ്ദത അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടി ഇരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിഷ്ക്രിയത്വമല്ല. അതായത് നിങ്ങൾ ഒരു ബലഹീനനായി പോവല്ല, അത് അതിശക്തമാണ്. ശരിക്കും സത്യത്തിൽ ഒരു വിത്ത് നടുന്ന ദിവസം തന്നെ പൂക്കൂല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നടുന്ന അന്ന് തന്നെ ഒരു വിത്ത് കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ പൂക്കോ, അന്ന് തന്നെ കാക്കോ, അന്ന് തന്നെ പിറ്റേ ദിവസമാണ് അത് മുളയ്ക്കുക. പല വിത്തുകളും നട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് അതിന്റെ മുള പതിയെ പൊട്ടി പുറത്തിട്ട് വരിക. അല്ലെങ്കിൽ വെള്ളത്തിൽ പയറിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആണ്, അല്ലെങ്കിൽ അന്ന് രാത്രിയാണത് മുള പൊട്ടുക. അപ്പൊ തന്നെ വെള്ളത്തിലിട്ട് ഇടുന്ന ഉടനെ തന്നെ ഒരിക്കലും അത് പൊട്ടിവിടരില്ല. ചന്ദ്രൻ ഒരിക്കലും ഉദിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടാറില്ല. സൂര്യൻ ഒരിക്കലും അസ്തമിക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടാറില്ല. സമുദ്രത്തിലെ തിരകൾ പോലും ഒരു നിശ്ചിത സമയത്തിലാണ് തീരത്തെ ചുംബിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം. എപ്പോഴാണോ നമ്മൾ ആ കാത്തിരിപ്പിൽ നിശബ്ദമായി നമ്മൾ അതിനെ വീക്ഷിച്ചിരിക്കുന്നത്, അന്നേരം ഇത് അലയിനാകും. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളിട്ട് വരാൻ തുടങ്ങും. നമ്മൾ ആഗ്രഹിക്കുന്ന പലതും, ജീവിതത്തിലെ പല സ്വപ്നങ്ങളും അത് വൈകുകയാണല്ലോ, മന്ദമായി പോവാണല്ലോ, എന്തേ ഇത് വരാത്തെ. അങ്ങനെ ഇങ്ങനെ നമ്മൾ ആങ്സൈറ്റി ആയിക്കൊണ്ടിരുന്നാൽ അത് വരൂല. അത് പേടിച്ച് ഭയന്ന് മാറി നിൽക്കുകയാണ്. നമുക്ക് അതിനുള്ള പാകതയായിട്ടില്ല, പക്വതയായിട്ടില്ല എന്നാണ് അവിടെ തോന്നുന്നത്. നമ്മുടെ ക്ലോക്കിന്റെ നമ്മുടെ ക്ലോക്കിന്റെ താളത്തിനനുസരിച്ചല്ല ഒന്നും സംഭവിക്കുന്നത്. നമ്മുടെ വാച്ചിന്റെ അനുസരിച്ചല്ല ഒന്നും സംഭവിക്കുന്നത്. എല്ലാം സംഭവിക്കുന്നത് നിത്യതയുടെ താളത്തിനൊപ്പമാണ്, അനന്തതയുടെ താളത്തിനൊപ്പമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഋതം. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജീവിതത്തിന്റെ, ഒരു സോളിന്റെ ഒരു ഡാൻസ് എന്ന് പറയുന്നത്, നൃത്തം എന്ന് പറയുന്നത്. അതാ കറക്റ്റ് അതിനനുസരിച്ചാണ് വരുന്നത്. നമ്മള്
ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഒന്നും നല്ലത് വരുന്നില്ലല്ലോ, പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ലോ, എല്ലാ വാതിലും അടഞ്ഞു കിടക്കുവാണല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ സത്യത്തിൽ ആഴത്തിലുള്ള പരിവർത്തനം സംഭവിക്കുന്ന അന്നേരാണ്. അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് നിശബ്ദമായിട്ട് നമ്മള് ഇതിനു വേണ്ടി കാത്തിരിക്കും. നമ്മൾ വളരെ സൈലന്റ് ആയി നല്ല പക്വതയോടുകൂടി വിനയത്തോടുകൂടി. കാരണം സോൾ എന്ന് പറയുന്നത് ഒരു യന്ത്രമല്ല, ഒരു എഞ്ചിൻ അല്ല. എഞ്ചിൻ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു എഞ്ചിൻ അല്ല. എഞ്ചിനാണെങ്കിൽ ശരിയാണ്, നല്ല കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രതികരിക്കും. ഓക്കെ, എഞ്ചിൻ പഴയ എഞ്ചിൻ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യണേ? ടക്ക് 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 എന്ന് അടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴും സ്റ്റാർട്ട് നിങ്ങൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് സമ്മർദ്ദം കൊടുത്താണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ സോളിന് സമ്മർദ്ദമല്ല ആവശ്യം. അത് സമ്മർദ്ദത്തോട് പ്രതി പ്രതികരിക്കൂല. പ്രതികരിക്കൂല. സോള് നിങ്ങളുടെ സമ്മർദ്ദം, അതുകൊണ്ട് നിങ്ങൾ തിരക്ക് കൂട്ടരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സാന്നിധ്യത്തോടും സംയമനത്തോടും കൂടി, അതാണ് സാന്നിധ്യത്തോടും നിങ്ങളുടെ സൈലൻസിനോടുമാണ് സോള് പ്രതികരിക്കുന്നത്. സോൾ ഈസ് നോട്ട് എ മെഷീൻ. മെഷീൻ അല്ല. അത് നിത്യതയുടെ ജീവനാണ്. സോൾ റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസൻസിനോടാണ്. നിങ്ങളുടെ പ്രസൻസ്, അതായത് നിങ്ങൾ എത്രത്തോളം ആ പ്രസന്റ് ആയിട്ട് സൈലന്റ് ആയിട്ട് നിങ്ങളുടെ സോളിന്റെ ഒപ്പം ഇരിക്കുന്നു എന്നതിനോടാണ് സോള് ആത്മാവ് പ്രതികരിക്കുന്നത്. ഓരോ സീസണും ഓരോ നിമിഷമുണ്ട്. മഴക്കാലത്തിനൊരു സമയമുണ്ട്, വേനൽക്കാലത്തിനൊരു സമയമുണ്ട്, വസന്തകാലത്തിനൊരു സമയമുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ശൈത്യകാലത്ത് ഭയങ്കര തണുപ്പുള്ള സമയത്ത് വിന്ററിൽ പോയിട്ട് ആ സമയത്ത് നിങ്ങൾ വസന്തകാലമാകണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റൂല. നിർബന്ധിക്കാൻ പറ്റൂല. കാത്തിരിപ്പ്, ക്ഷമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വ്യക്തിത്വത്തെ കണ്ടെത്താനുള്ള ഒരു കാത്തിരിപ്പാണ്. യഥാർത്ഥ വ്യക്തിത്വത്തെ കണ്ടെത്തുക. യഥാർത്ഥ സോളിനെ കണ്ടെത്തുക. അക്ഷമ എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ ഭാഷയാണ്. അക്ഷമ. ക്ഷമയാണ് ദൈവീകതയുടെ ഭാഷ. നിശ്ചയം ക്ഷമാശീലരുടെ കൂടെയാണ് ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അക്ഷമ, എനിക്കത് വരുന്നില്ലോ, ഇത് കിട്ടുന്നില്ലോ, അത് കിട്ടുന്നില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ. എങ്ങനെയാണ് ഈ ക്ഷമ പരിശീലിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരങ്ങളിൽ നിങ്ങൾ തിരക്ക് കൂട്ടരുത്. ചിലർ പറഞ്ഞു എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ എല്ലാവരോടും കാത്തിരിക്കാൻ പറഞ്ഞു. കുറച്ച് ദിവസം നിങ്ങളൊന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ഇപ്പൊ പ്രശ്നമൊന്നും പറയണ്ട, പിന്നീട് പറയാം. പ്രശ്നം എല്ലാം നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ കാത്തിരിക്കണം. അതിന് കാത്തിരിക്കാൻ നമ്മൾ ഉത്തരം കിട്ടാൻ വേണ്ടി തിരക്ക് കൂട്ടരുത്. ചിലപ്പോൾ ആശയക്കുഴപ്പം എന്ന് പറയുന്നത് പോലും വിശുദ്ധമായ ഒരു വിരാമമാണ്, വിശുദ്ധമായ ഒരു സ്റ്റോപ്പാണ്. ആശയക്കുഴപ്പം ഉണ്ടായാലും മിണ്ടരുത്, കാത്തിരിക്കുക. ഇല്ല, ഇപ്പൊ തന്നെ ശരിയാക്കി കളയാം എന്ന പ്രേരണയെ നമ്മൾ ചെറുക്കുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ശരിയാക്കി തരാം എന്ന് വിചാരിക്കരുത്. ഇപ്പൊ ശരിയാവൂല. ശരിയാവാൻ ഒരു 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 മിനിമം ഉണ്ട്. നിങ്ങളുടെ ജീവിതം തന്നെ, നിങ്ങളുടെ ആത്മാവ് തന്നെ, നിങ്ങളുടെ സോള് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളോടൊപ്പം ഇരിക്കുക. ആഗ്രഹം ഇല്ലാതെ ആക്കൊന്നും ചെയ്യരുത്. എന്നാൽ അത് ഇപ്പൊ തന്നെ കിട്ടണം. അതെനിക്കിപ്പൊ കിട്ടും, അല്ലെങ്കിൽ എപ്പോഴാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്താണ് ദൈവം നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ശ്രദ്ധിച്ചില്ല. ദൈവികമായൊരു സമയമുണ്ട്. ആ സമയത്തിൽ നിങ്ങൾ വിശ്വസിക്കും. ആ സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ചത് കറക്റ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് ഉദ്ദേശിച്ചതൊന്നും, നിങ്ങൾക്കായി ഉദ്ദേശിച്ചതൊന്നും വൈകുന്നില്ല. അത് കൃത്യസമയത്ത് ഒരുങ്ങിയിരിക്കുന്നു. കൃത്യസമയത്ത്. കാലമാകുന്ന താമസത്തിന്റെ സൗന്ദര്യത്തിൽ നിങ്ങൾക്കായി അത് ഒരുക്കി വച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും അത്യധികം ആഗ്രഹിച്ച എന്തെങ്കിലും നിങ്ങൾക്ക് പലപ്പോഴും ലഭിക്കാതെ പോയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് നേരത്തെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അത് വേദനിപ്പിച്ചേനെ. നിങ്ങളുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായ നിങ്ങൾ ഈ രീതിയിലായിരിക്കില്ല പോകുന്നത്. കാലതാമസം അല്ലെങ്കിൽ കിട്ടാതെ വരുന്നത് അല്ലെങ്കിൽ വൈകുന്നത് ഒരിക്കലും ഒരു ശിക്ഷയല്ല. അതൊരു സംരക്ഷണമാണ്. ഒരു സംരക്ഷണം.
എത്രയോ പേര് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. എത്രയോ പേര് മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഉണ്ട്. ഭയങ്കര വിഷമാണ്, ടെൻഷൻ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ട്. ഫു! രണ്ടും, രണ്ടും അത് നമ്മളെ വന്നതും വരാത്തതും ഒരു സംരക്ഷണമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരിക്കലും ആ ആ ആ ആ ഒരു കാത്തിരിപ്പ്, ആ ഒരു സംയമനത്തോടുള്ള കാത്തിരിപ്പ്, അതാണ് നമുക്ക് എല്ലാം കൊണ്ടുവന്ന് തരുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാത്തിരിക്കുകയാണെങ്കിൽ ആ കാത്തിരിപ്പിനെ ഞാൻ അനുഗ്രഹിക്കും. ആ കാത്തിരിപ്പിനെ. നിങ്ങൾ രോഗശാന്തിക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വ്യക്തതയ്ക്കായി കാത്തിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്നേഹത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സമാധാനത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ, കാത്തിരിപ്പിനെ നിങ്ങൾ ശപിക്കരുത്. അതിനെ നിങ്ങൾ ഒരനുഗ്രഹമായി, ഒരനുഗ്രഹമായിട്ട് അതിലിങ്ങനെ പ്രവേശിക്കുക, ആ കാത്തിരിപ്പിലേക്ക്. എന്നിട്ട് ഒരു പുണ്യമാകുന്ന പ്രകാശത്തിൽ അരികിൽ ഒരു സുഹൃത്തിനെ പോലെ നിങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം ഇരിക്കും. ഒരു പുണ്യമാകുന്ന പ്രകാശത്തിനരികെ നിങ്ങളുടെ ആഗ്രഹത്തോടൊപ്പം ഒരു സുഹൃത്തിനെ പോലെ ഇരിക്കുക. സുഹൃത്തിനെ പോലെ. അത് പതിയെ പതിയെ നിങ്ങളെ ചൂടാക്കും. ആ ആ പ്രകാശം നിങ്ങൾ തണുത്തിരിക്കുന്ന നിങ്ങളെ പതിയെ പതിയെ ഇളം ചൂടിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വേഗം പോയി തീയില് കൈയിടരുത്. നിങ്ങൾ എത്ര കാത്തിരിക്കുന്നുവോ ആ ദിവ്യമായ പ്രകാശം പതിയെ പതിയെ നിങ്ങളെ ചൂടാക്കും. അത് നിങ്ങളെ മാറ്റും. എന്നിട്ട് ആ നിമിഷം വരും. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, നിങ്ങൾ യോഗ്യനായ, അത് സ്വീകരിക്കാൻ യോഗ്യമായ ഒരു ടൈം. നിങ്ങൾ കാത്തിരിക്കുന്നത് വെറുതെ കിട്ടുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ അതിന്റെ ടൈം, അത് സ്വീകരിക്കാൻ യോഗ്യനായ ഒരാളായി നിങ്ങൾ മാറുമ്പോഴാണ് കിട്ടുന്നത്. അത് പ്രതിരോധത്തോടെ, അല്ലെങ്കിൽ എനിക്കിപ്പോ കിട്ടണം എന്ന ആഗ്രഹത്തോടെ അല്ല വരുന്നത്. നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കുന്നത് വെറുതെ അല്ല. ആ കാത്തിരിക്കുന്നതിന് നിങ്ങൾ യോജിച്ച ഒരാളായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ പിടിച്ചു നിൽക്കുക. ആ കാത്തിരിപ്പിൽ അതൊരു പവിത്രമായ ഒരു കല കൂടിയാണ്. പവിത്രമായ ഒരു കലയാണ്. കുറച്ച് കഴിഞ്ഞ് പോയാ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് പോയാ മതി എന്നാണ് അതിന്റെ അർത്ഥം. ഒരാള് നിങ്ങൾ ഇപ്പൊ പോണ്ട, അവിടെ ഇരുന്നോ, കുറച്ച് കഴിഞ്ഞ് പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് പോളോ, അവിടെ ഇരുന്നോളൂ. ഇല്ലെങ്കിൽ അത് കേൾക്കാതെ പോകുമ്പോഴാണ് നമ്മൾ അപകടത്തിൽ പോയി ചാടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇരിക്കണം. ആദ്യം നമ്മൾ നമ്മളെ തന്നെ അറിയണം. നമ്മളെ തന്നെ അറിയാൻ വേണ്ടി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മെക്കാനിക് ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഹീൽ ചെയ്യും. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ സോളിനെ എല്ലാം നമ്മളെ തന്നെ അറിയാൻ വേണ്ടി നമ്മൾ ഇരിക്കും. വേറെ ആരെയും അറിയാൻ വേണ്ടിയല്ലേ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഈസിയായി നമ്മളെ ഹീൽ ചെയ്യേണ്ടവൻ വന്ന് ഹീൽ ചെയ്ത്, നിങ്ങളൊന്ന് കൂളായി ഹാർട്ട് ഓപ്പൺ ആക്കി നിങ്ങൾ മനസ്സ് തുറന്ന് ഒന്നിരിക്കുക. മനസ്സ് തുറന്നൊന്നിരിക്കുക. ഓക്കെ, ഐ എം റെഡി ടു അക്സെപ്റ്റ്, ഐ എം റെഡി ടു ലീവ്. എല്ലാം ഉപേക്ഷിക്കാൻ, എല്ലാ 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 അവിടെയാണ് സറണ്ടർ. ഗുഹകളിലും മലകളിലും ഒക്കെ പോയി അവർ ചെയ്തത് ഇതാണ്. എല്ലാം ഉപേക്ഷിക്കുകയാണ്. ഞാനെന്ന ഭാവത്തെ മുഴുവൻ, ഞാൻ നേടിയതിനെ എല്ലാം അവർ ആത്യന്തികമായി ഉപേക്ഷിച്ചു. അതാണ് മഹാന്മാർ. നിങ്ങൾ ഒരു 10 മിനിറ്റ് ഉപേക്ഷിക്കുക അതിനെ. 10 മിനിറ്റ് എല്ലാത്തിനെയും വിട്ടുകളയുക. എല്ലാം ഉപേക്ഷിക്കുക. 10 മിനിറ്റ്. വളരെ സുന്ദരമായ ഒരു താഴ്വരയിൽ ഒരു കാലത്ത് ഒരു 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 ഇളം തൈ, ഒരു ചെറിയ വൃക്ഷം വളർന്നു വന്നു. ചെറിയ വൃക്ഷം. പ്രത്യേക പേരായിരുന്നു ആ വൃക്ഷത്തിന്. ലൂമ എന്നാണ് ആ മരത്തിന്റെ പേര്. ലൂമ. ഒരുപാട് മരങ്ങൾ, ഒരുപാട് മരങ്ങളുള്ള അതേ മണ്ണിൽ തന്നെയാണ് ലൂമയും ജനിച്ചു വളർന്നത്. പല ഋതുക്കളും, വസന്തവും ഗ്രീഷ്മവും ശൈത്യവും എല്ലാം എല്ലാം മാറി 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 വന്നുകൊണ്ടിരിക്കും.
ഋതുക്കൾ ഇങ്ങനെ കടന്നു പോയിട്ടും മറ്റു മരങ്ങളെല്ലാം വളരാനും പൂക്കാനും കായ്കൾ ഉണ്ടാവാനും ഒക്കെ തുടങ്ങി. ആ മരങ്ങളിലെല്ലാം പക്ഷികൾ വന്ന് കൂടുകൂട്ടി, കായ്കനികൾ ഭക്ഷിച്ചു. തേനീച്ചകൾ വന്ന് പൂക്കളിൽ വന്ന് പൂവെടുത്ത് തേനെടുത്തുകൊണ്ട് പോയി അവിടെ വന്ന് പാട്ടുപാടി. തേനീച്ചകൾ വന്ന് അവയ്ക്ക് ചുറ്റും എല്ലാം നൃത്തം ചെയ്തു. പക്ഷേ ലൂമ മാത്രം ഒന്നുമില്ലാതെ തുടർന്നു. പൂക്കളുമില്ല, കായുമില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു മരം മാത്രം. ഒരു മൊട്ട് പോലും ഉണ്ടാകുന്നില്ല. ലൂമ ആകാശത്തേട്ട് നോക്കി ചോദിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഒന്നും വരുന്നില്ല? എന്നെയും മഴ സ്പർശിക്കുന്നുണ്ട്. ഋതുക്കൾ മാറി മാറി വരുന്നുണ്ട്. എനിക്ക് മാത്രം എന്തേ പൂക്കാൻ കഴിയാത്തത്? എന്തേ ഞാൻ പൂക്കുന്നില്ല? എന്തേ ഞാൻ കായ്ക്കുന്നില്ല? കാറ്റൊക്കെ ഇങ്ങനെ തഴുകി കലോടി കടന്നുപോയി, വെള്ളമെല്ലാം വന്നു. എന്നിട്ടും അവൾ പൂക്കുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞുപോയി. മറ്റു മരങ്ങളെല്ലാം പിറുപിറുക്കാൻ തുടങ്ങി. എന്തേ? ഇവൾക്കെന്തോ കുഴപ്പമുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവൾ പൂക്കാത്തത് എന്ന് പറഞ്ഞു. അവസാനം ലൂമ പോലും ആകാശത്തേട്ട് നോക്കി ചോദിക്കുന്നത് നിർത്തി. അവള് മടുത്തു. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നതെല്ലാം നിർത്തി അവള് വെറുതെ നിൽക്കാൻ തുടങ്ങി. വെറുതെ, വെറുതെ. എല്ലാം വിട്ട്, എല്ലാം വിട്ട്, എല്ലാം വിട്ട്. അവൾക്ക് മനസ്സിലായി അവൾ കൂടുതൽ ആഴത്തിലേക്ക് വേരൂന്നി പോവുകയാണ്. മണ്ണിനടിയിലെ നിശബ്ദമായ ഒരു താളമുണ്ട്. ഞാൻ വളരെ കൂളായി തന്നെയാണ് ഞാൻ നിൽക്കേണ്ടത്. പൂക്കുക, കാക്കുക എന്നുള്ളത് മാത്രമല്ല എന്റെ ജീവിത ലക്ഷ്യമെന്ന് ലൂമയ്ക്ക് മനസ്സിലായി. വളരെ കൂളായിട്ട് ലൂമ എന്ന് പറയുന്ന ആ വൃക്ഷം വളരെ ശാന്തമായി, സൈലന്റായി നിലകൊള്ളണം. ഒരു ശരത്കാലത്ത് എന്തോ ഒന്ന് സംഭവിച്ചു. എന്തോ ഒന്ന്. ലൂമയുടെ ഏറ്റവും മുകളിലുള്ള ശിഖരത്തിൽ ഒരു പൂവ് പ്രത്യക്ഷപ്പെട്ടു. ഒരു മൊട്ട് വിരിഞ്ഞു. പക്ഷെ അത് അന്ന് ആ താഴ്വരയിൽ എവിടെയും ആ താഴ്വരയുടെ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു പൂവ്. അത് തിളങ്ങാൻ തുടങ്ങി രാത്രിയിൽ ഒരു നക്ഷത്രം പോലെ. രാത്രിയില് ഒരു നക്ഷത്രം പോലെ ആ പൂവ് ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി. ഒരു പ്രകാശം വഹിക്കുന്ന ഒരു പൂവ് പോലെ. മരത്തിന് മുകളിൽ ഒരു പ്രകാശം ഇങ്ങനെ ചിതറുന്ന ഒരു പൂവ് ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? മറ്റു മരങ്ങൾ പൂക്കുകയും മറ്റു മരങ്ങൾ പൂക്കുകയും അതോടൊപ്പം തന്നെ കുറച്ച് കഴിയുമ്പോൾ മങ്ങിപ്പോവുകയും വിഷമിക്കുകയും സങ്കടപ്പെടുകയും എനിക്കിപ്പോ പൂവൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ലൂമയുടെ ആ പൂ ഒരിക്കലും മങ്ങാതെ ഒരു പ്രകാശമായി എല്ലാത്തിനെയും സുഖപ്പെടുത്തുന്ന എല്ലാത്തിനെയും ഹീല് ചെയ്യുന്ന ചുറ്റുമുള്ളവരെ പോലും ഹീൽ ചെയ്യുന്ന ഒരു സുഗന്ധം വഹിച്ചുകൊണ്ട് ആ പ്രകാശം ഇങ്ങനെ തിളങ്ങി. ദൂരെ നിന്നും ആളുകൾ പോലും ആ പൂക്കൾ കാണാൻ വേണ്ടി അതൊന്ന് അനുഭവിക്കാൻ വേണ്ടി പക്ഷികളും മറ്റുമെല്ലാം പക്ഷികളും ചിത്രശലഭങ്ങളും തേനീച്ചകളുമെല്ലാം ആ ഒരു പൂ കാണാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങി. അത് കണ്ടു നിന്ന ഒരു സന്യാസി പറഞ്ഞു, അവൾ കാത്തിരുന്നത് വെറുതെയല്ല. അവൾ കാത്തിരുന്നു നേരത്തെ വെറുതെ സാധാ പൂക്കൾ പൂക്കാൻ വേണ്ടിയല്ല, യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ പൂക്കൾ പൂക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ. മറ്റുള്ള മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരാകാൻ വേണ്ടി. അവരിടയ്ക്ക് പൂക്കും, ഇടയ്ക്ക് പൂക്കൾ കൊഴിഞ്ഞു പോവും, ഇടയ്ക്കൊന്ന് മോട്ടിവേഷൻ ആവും, ഇടയ്ക്ക് ഡിപ്രഷൻ ആവും, ഇടയ്ക്ക് ആങ്സൈറ്റി ഉണ്ടാവും, പല ചിന്തകൾ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഈ സോൾ അവേക്കനിങ് പ്രോസസ്സ് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ശാശ്വതമായ ഒരു പുഷ്പം, പ്രകാശം വിരിയുന്ന ഒരു പുഷ്പം നിങ്ങളിൽ വിരിയും. അതാണ് ഈ പണി. അത് എല്ലായിടത്തിട്ടും
സുഗന്ധം വിരിയിക്കും. എല്ലാ ചിത്രശലഭങ്ങളും ഒക്കെ നിങ്ങളെ അന്വേഷിച്ച് വരും. ഒന്ന് സമാധാനം, സന്തോഷം കിട്ടാൻ വേണ്ടി. മറ്റുള്ള മരങ്ങളുടെയൊക്കെ പൂക്കള് വിരിയും, കൊഴിഞ്ഞു പോകും. വിരിയും, കൊഴിഞ്ഞു പോകും. ഒരു സീസണിൽ മാത്രം. നിങ്ങൾക്ക് സീസൺ ഇല്ല. ദർ ഇസ് നോ സീസൺ. കാലമില്ല. ഋതുഭേദങ്ങളില്ല. എപ്പോഴും ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ ഒരു ഒരു ജസ്റ്റ് കണ്ണൊന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് ചിന്തിക്കുക. ഒരു 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 മരം അതിലൊരു ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞേക്കുന്നു. അതിൽ നിന്നും ഇങ്ങനെ പ്രകാശം. നിങ്ങൾ രാത്രി രാത്രി തന്നെ ചിന്തിച്ചോളൂ. രാത്രി തന്നെ ഈ പ്രകാശം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നു. ജസ്റ്റ് ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും. സോ എത്രയോ കോടാനുകോടി മരങ്ങളുണ്ട് നിങ്ങൾക്ക് ചുറ്റും. ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അല്ലെ? ആ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ പ്രകാശം ചൊരിയുന്നത്. അതാണ് യഥാർത്ഥ ഓറ എന്ന് പറയുന്നത്. ഓറ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പോകുന്ന ആൾക്ക് ഭയങ്കര ഓറയാണ്. ഇവർക്ക് ഭയങ്കര ഓറയാണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥ ഓറ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ അവേക്കനിങ്ങിലൂടെ, നിങ്ങളുടെ ആത്മാവിനോട്, നിങ്ങളുടെ മനഃശക്തി വർദ്ധിപ്പിക്കുന്നതിലൂടെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകും. അതിന് ലോകാരംഭ കാലം മുതൽ എടുത്തിട്ടുള്ള ഏറ്റവും ടെക്നോളജിയുടെ ഒരു 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 ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? ഇതിൽ നിന്നും നിങ്ങൾ ആ മുട്ടൊന്ന് വിരിയാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതിനെന്ത് വേണം? കൃത്യമായി പങ്കെടുക്കുക. കൃത്യമായി നിങ്ങളെല്ലാം വിട്ട് മനസ്സ് തുറന്ന് മനസ്സിൽ നിന്നുള്ളതെല്ലാം കളഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെരുപ്പ് ഊരിയിട്ടിട്ട് ഇരിക്കുക. ചെരുപ്പ് ഇട്ടോണ്ടാ വന്നെന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഊരിയിടുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. ഇതുവരെയുള്ള എല്ലാം ഞാനിവിടെ എല്ലാം ഞാൻ നേടിയത്, ഞാൻ പറഞ്ഞത്, ഞാനെന്ന ഭാവം, എന്റെ അഹങ്കാരം, അഹന്ത, എന്റെ മനസ്സിലുള്ള തോന്നല്, എനിക്കറിയാം, അതറിയാം, ഇതറിയാം എന്നുള്ള തോന്നല്, എല്ലാം എല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഞാൻ പോലും, നിങ്ങൾ ഈ വിഷയം പഠിപ്പിക്കുന്ന ഞാൻ പോലും, ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വരെ ഞാൻ എപ്പോഴാ ബാക്കിലായിട്ട് മാറ്റി വെച്ചിട്ടാ ഞാനിരിക്കും. ഈ ഇരിക്കുന്ന സമയത്ത് ഒന്നുമില്ല. ഫുൾ ബ്ലാങ്ക് ആണ്. എല്ലാം വിട്ടു. ഭാര്യയില്ല, മക്കളില്ല, സമ്പത്തില്ല, സമ്പാദ്യമില്ല, ഒന്നുമില്ല. ഒൺലി മൈ സോൾ.